18 വയസ്സ് വരെ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക, പാശ്ചാത്യർ ചെയ്യുന്ന പോലെ. പിന്നെ ഇടയ്ക്ക് വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്തു കൊടുക്കുക. പക്ഷേ അവർ സ്വന്തം കാലം നിൽക്കണ്ടേ എപ്പോഴെങ്കിലും? എന്നും അവരുടെ ജീവിതത്തിനകത്ത് കയറി അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതുകൊണ്ട് അവർ കാനഡയിലും ഓസ്ട്രേലിയയിലും പോകുന്നത്. അതും ഒരു കാരണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതും ഒരു കാരണമാണ്. ഏത് പോകട്ടെ എന്ന് ആദ്യം ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് വയ്യായ്മയായി കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി കഷ്ടപ്പെട്ടു. എത്ര നിങ്ങൾ യൂട്യൂബ് ചാനലുകളില്ലേ, പോകുമ്പോൾ വളരെ സന്തോഷമാണ്. എന്താ അതും നമ്മുടെ നേരത്തെ പറഞ്ഞൊരു മിഥ്യാ അഭിമാനത്തിൻ്റെ ഭാഗമാണ്. മകൻ കാനഡയിലാണ് ഓസ്ട്രേലിയയിലാണ്, അവിടെ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് പറയുന്നത്, നമുക്ക് വളരെ സന്തോഷമാണ്. യൂറോപ്പിൽ അവിടെയൊക്കെ ആണെന്ന് പറയുന്നത് അവരവരുടെ താല്പര്യത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നോക്കി അവർ പോവുകയാണെങ്കിൽ നമുക്ക് അവരെ തടസ്സപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, അവർ പോട്ട്. പക്ഷേ അതൊരു നമ്മൾക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർ പോകണവർ സ്വന്തമായിട്ട് പോകണം. ആ ലോണിൻ്റെ ബാധ്യതയും കൂടെ പിന്നെ ഇവർ വഹിച്ച് അതൊരു നല്ലൊരു സംസ്കാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ആ മനുഷ്യൻ്റെ അടിസ്ഥാനം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ അതുകൊണ്ട് തിരിച്ചു ഈ പറയുന്ന മലയാളി തന്നെ ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ സൈറ്റിനെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. പുറത്തുനിന്ന് വരുന്ന ആസാംകാരനോ ബംഗാളിയോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടർ പറയും ഞങ്ങൾക്ക് അതാണ് നല്ലത് എന്ന് വെച്ചാൽ അവരിരുന്ന് പണിയെടുക്കും. മലയാളി എന്തുകൊണ്ട് പണിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോയാൽ 1 മണിക്കൂർ എടുക്കുന്ന എന്തിനാ? ചായ 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് കുടിച്ച് കഴിയാൻ സാധനം. എന്തുകൊണ്ട് നമുക്കൊരു എന്താണ് പറയുന്നത് വർക്ക് കൾച്ചർ നമുക്ക് എന്തുകൊണ്ടില്ല? നമ്മളെല്ലാത്തിനെയും ഇങ്ങനെ ഉദ്യോഗസ്ഥരാണ്, രാഷ്ട്രീയക്കാരാണ്, ഇവരൊന്നും വേറെ എവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നവരല്ല. നമ്മുടെ സമൂഹം തന്നെ സൃഷ്ടിച്ചു വിടുന്ന ആളാണ്. ഇപ്പോൾ വളരെ നന്നായ രീതിയിൽ എന്തും ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ആ കസേരയിൽ കയറിയിരുന്ന് കഴിയുമ്പോൾ മുമ്പിൽ വന്ന് നിൽക്കുന്നതിൻ്റെ മുഖത്ത് നോക്കാൻ തയ്യാറാകുന്നില്ല? പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അവരാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഹോൾസെയിൽ ആളുകൾ. അവിടെ എന്തുകൊണ്ട് അവർ വികസിച്ചു? നമുക്കൊരു തൊഴിൽ സംസ്കാരമാണ് ഇല്ലാത്തത്. തൊഴിലെടുക്കാതെ അത് നമ്മുടെ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന സഹാവ് അച്യുതമേനോൻ, അച്യുതമേനോൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം വിശ്രാമജീവിതം നയിക്കാൻ പറഞ്ഞു. ഞങ്ങളെന്ന് അവർ ഉദ്ദേശിച്ചവരാരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളാളുകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു, പക്ഷെ അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ മറന്നുപോയി. അവകാശങ്ങളുള്ളപ്പോൾ ഉത്തരവാദിത്തങ്ങളില്ലേ? നിങ്ങളെന്തിനാ ഈ MLA കാണുമ്പം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്ന എന്തിന്? നിങ്ങളല്ലേ വില ഇലക്ട് ചെയ്ത് അവിടെ ഇരുത്തുന്നത്? നിങ്ങളല്ലേ വില്ലേജ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുന്നത്? നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ളവരാണ് ടാക്സ് കൊടുക്കുന്നത്. നിങ്ങളവിടെ പോയിട്ട് കടയിൽ നിന്നൊരു ചെറിയ സാധനം വാങ്ങിച്ചാലും GST കൊടുക്കുന്നില്ലേ? അതെല്ലാം കൂടെ ചേർത്തിട്ടല്ലേ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത്? അതല്ല, അത് നമുക്ക് യഥാർത്ഥ ബഹുമാനം ആരോടും ഇല്ലാത്തതുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് എന്തുകൊണ്ടാണ് വ്യവസായം തുടങ്ങുന്നത്? അവിടുത്തെ മനുഷ്യർക്ക് ഒരു ബഹുമാനം അവർ കാണിച്ചാൽ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് 50%. നമ്മുടെ ബഹുമാനം എന്ത്? അയാളുടെ പുറം കൊണ്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ അയാളെ തെറി പറയുന്ന ബഹുമാനമാണ്. ഒരാളോടും എല്ലാവരെക്കാട്ടിലും മിടുക്കൻ ഞാനാണെന്നാണ് ഓരോ മലയാളികളുടെയും ഒരു ബോധം. അങ്ങനെ ബോധമുള്ളൊരു സമൂഹത്തിന് ഇതിക്കുള്ളൊന്നും വളരാൻ പറ്റില്ല. അല്ല, പ്രബുദ്ധത ഉണ്ടാകുക എന്ത് വേണം ചെയ്തോട്ടെ. സ്വയം ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും വളരാൻ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണിയെടുക്കാനുള്ള വിമുഖതയാണ്. റബ്ബർ മേഖലയിൽ ടാപ്പ് ചെയ്യാൻ ആളില്ല. എന്തുകൊണ്ട് ആളില്ല? ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് പോകുന്നില്ല. അവർക്ക് ആർക്കും 5:30 മണിക്ക് എഴുന്നേറ്റ് ടാപ്പ് ചെയ്യാൻ പോകാൻ താല്പര്യമില്ല. അവരെല്ലാം കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറി ഇരുന്ന് സ്മാർട്ട് ഫോൺ നോക്കിയിരിക്കാനാണ് അവർക്ക് താല്പര്യം. അതിനൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യം ചേഞ്ചസ് ഉണ്ടാക്കുക. നമ്മളിവിടെ നിന്നൊന്നും കേരളത്തിലൊന്നും ശരിയാവില്ല. കേരളത്തിൽ ശരിയാവില്ല എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ കേരളം ശരിയാക്കേണ്ടവർ. വാസ്തവമാണ്, ഞാൻ അത് യോജിക്കുന്നു. കൂലിപ്പണി എന്തോ മോശം എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് തൊഴിൽ ചെയ്താലും ഈ ഒരു ഓഫീസിൽ ഇപ്പോൾ നമുക്ക് OA എന്ന് പറയുന്ന ആളില്ല, ഇവിടെ നിൽക്കാൻ ഓഫീസ് അറ്റൻഡർ നന്നായാൽ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പാടേ മാറ്റം വരും. അല്ല, അവിടെ ഇരിക്കുന്ന സ്ഥാപന മേധാവി മാത്രമല്ല ആ ഒരു ഓഫീസ് കൾച്ചർ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുക ആളോട് പറഞ്ഞു തന്നെയാണെങ്കിലും ഞാൻ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു OA ഉണ്ടായിരുന്നു. അയാൾ ഡിഗ്രിയൊക്കെ പാസ്സായ ആളാണ്. ഈ ജോലി കിട്ടിയപ്പോൾ വന്നേ ഉള്ളൂ, മലപ്പുറംകാരനാണ്. ആ OAയുടെ ജോലി അദ്ദേഹം ചെയ്യുന്ന കണ്ടാൽ എന്ത് പെർഫെക്റ്റായിട്ടാണെന്നറിയാം. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ വരുമ്പം കൊണ്ടു കൊടുക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നു ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു നമ്മുടെ. അത് ആ ജോലിയോടുള്ള ആത്മാർത്ഥത. അദ്ദേഹം പിന്നെ ക്ലറിക്കൽ ജോലി കിട്ടിപ്പോയി. പക്ഷേ പലരും ഞാൻ BA പഠിച്ചാണ്, ഞാനിങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കുന്ന ജോലി ചെയ്യുക. നമ്മൾ ഏത് തൊഴിലാണെങ്കിലും ആ തൊഴിലിനോടൊരു ആത്മാർത്ഥത വേണ്ടേ? ആ തൊഴിൽ സംസ്കാരം നമുക്കില്ലെന്ന് ചൂട് പറയുന്നത് സംബന്ധിച്ചു.
കൂലിപ്പണിക്കാരെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് പണിയുന്നു, വ്യവസായ സമുച്ചയം എന്നൊക്കെ പേരിട്ട് വിളിക്കും. പക്ഷേ അവിടെ പണിയുന്ന ആ ആളുകൾ മണ്ണിലിറങ്ങി പണിതാലല്ലേ അത് മുകളിലോട്ട് വരുള്ളൂ. അതുകൊണ്ട് ഒന്ന് നമുക്ക് ആ ഒരു പുച്ഛം, അല്ലെങ്കിൽ അവർ എന്തോ മോശക്കാരാണ്, അവരാണ് ഏറ്റവും നല്ലവരെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേറൊരു സാഹചര്യമുണ്ട്. അതായത് മലയാളിക്ക് ഇവിടെ പണിയെടുക്കാൻ മടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതേ മലയാളി പുറത്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ സ്വന്തം നാട്ടിൽ ഇവർക്ക് ഇതിന് കഴിയില്ല, പുറത്തു പോയാൽ ആരും കാണുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ആ ഒരു. അപ്പൊ ദുരഭിമാനമല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ കോറായിട്ടുള്ളത്? തീർച്ചയായിട്ടും ദുരഭിമാനം. ഈ ദുരഭിമാനം തന്നെയാണ് നമ്മളെ ആവശ്യമില്ലാത്തവരെ ബഹുമാനിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ശരിക്കുള്ള ബഹുമാനമല്ല, അവരുടെ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയുള്ള ബഹുമാനം മാത്രമാണ്. രൂപയെന്ന് പറയുന്ന സംഗതി അവിടെ $50 കിട്ടുന്ന ആ സംഗതികൾ ഇവിടെ വളരെ കൂടുതൽ സാധനങ്ങൾ കിട്ടും. $50 50 രൂപയ്ക്ക് എന്ത് കിട്ടും? അതായത് ഇവിടെ 50,000 രൂപ കിട്ടുന്നതും അവിടെ 3 ലക്ഷം രൂപ കിട്ടുന്നതും ഏകദേശം തുല്യമായിരിക്കും. ചിലപ്പോൾ ഇതായിരിക്കും ബെറ്റർ. പാർട്ട് ടൈം ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ പട്ടണങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ പഠിത്തം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് അവരുടെ പഠിത്തത്തിന് വേണ്ട പണം സമാഹരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ പട്ടണങ്ങളിലുണ്ട്. കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് ആ ചെയ്യുന്ന ജോലിയും കൂടെ അവരുടെ ഒരു ഗ്രേഡിനും കൂടെ ബാധകമാണ്. അവർക്ക് വേറെ അഡ്മിഷൻ കിട്ടുമ്പോൾ ഇതൊന്ന് നോക്കും, നിങ്ങൾ എന്താണ് കഴിഞ്ഞ അവധിക്കാലത്ത് ചെയ്ത ജോലി, അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ഇല്ലില്ല, അത് പറയരുത് ഒരിക്കലും. ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നും മലയാളിക്ക് ജോലി കിട്ടും. ഈ വരുന്ന ഒരു ബംഗാളിയുടെ, ആസാമിയുടെ, ഒറീസക്കാരൻ്റെ തൊട്ട് ജോലി കേട്ട് അത് നമ്മൾ ചെയ്യില്ല. നമുക്ക് 1 മണിക്കൂർ ബ്രേക്ക് ചായ കുടിക്കാൻ, 2 മണിക്കൂർ ബ്രേക്ക് ലഞ്ച് കഴിക്കാൻ, അങ്ങനെ ഏതെങ്കിലും ഒരു അയാൾ കാശ് മുടക്കിയിട്ടില്ല ഒരു കോൺട്രാക്ടർ നിൽക്കുന്നത്. നമ്മൾ പറയാം ബൂർഷ്, എന്ത് ബൂർഷ്? ഇവിടുത്തെ ഇപ്പം പൈസ കൊടുക്കാനുണ്ട് 6 മാസമായിട്ട്. എവിടെന്നെങ്കിലും കടമെടുത്താൽ അവർക്ക് വെറുതെ കിട്ടില്ലല്ലോ. അവർ ബാങ്കിൽ നിന്ന് എവിടെന്നെങ്കിലും ലോൺ എടുത്ത് കൊണ്ടുവന്നിട്ടല്ലേ ഇവിടെ ചിലവഴിക്കുന്നത്. അപ്പോൾ അവർ 6 മണിക്കൂർ അല്ലെ 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ജോലി അവർക്ക് കിട്ടണ്ടേ? അല്ലെ 7 മണിക്കൂറെങ്കിലും കിട്ടണ്ടേ? മലയാളികൾക്ക് തൊഴിലില്ലെന്ന് വെറുതെ പറയുന്നത്. തൊഴിലെടുക്കാൻ തയ്യാറായിട്ട് മലയാളി ഇറങ്ങട്ടെ. അല്ല, അത് വേറൊരിതാണ്. സർക്കാർ ജോലിക്ക് പോയാൽ പണിയെടുക്കേണ്ട മാസം തോറും കാശും കിട്ടുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ. പണിയെടുക്കുന്ന ഒരു നല്ല ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാർ സ്കൂളിൽ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ അവിടെ വിടാതിരിക്കുന്നു. എന്തുമാത്രം ഇൻഫ്രാസ്ട്രക്ചർ. ഞാനൊക്കെ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് വന്നവരാണ്. സർക്കാർ സ്കൂളിൽ പഠിക്കാതെ ഇങ്ങനെ നാട്ടുകാരോട് പറയുന്നു. ഞാൻ മറ്റേ ഡോൺ ബോസ്കോയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സരസ്വതി വിദ്യാലയത്തിലാണ് എന്ന് പറയുന്നതിനൊരു വെയിറ്റ് ഉള്ളതല്ലാണ് നമ്മുടെ. അല്ല, കേരളം മെച്ചപ്പെടുകയല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ കേരളം മോശമാണ് ചെയ്തത്. എന്താണെന്നറിയാമോ? ശരി, നമ്മുടെ ഇവിടുത്തെ തൊഴിൽ സംസ്കാരം എത്ര മോശമായത് ഈ ഗൾഫ് പണി വരാൻ തുടങ്ങിയപ്പോൾ. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നറിയാം? ഒരാൾ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ പൈസ അയക്കുന്നത്, കഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ടായിരിക്കും. അല്ലാതെ വലിയ വൈറ്റ് കോളർ ജോലിക്ക് പോകുന്നവരുടെ എണ്ണം കുറവല്ലേ. അത് കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ടുള്ളവർക്ക് പണിയെടുക്കേണ്ട അത്ര അത്യാവശ്യമില്ല. എന്ന് വെച്ചാൽ മാസം തോറും ഈ റെമിറ്റൻസ് വരുന്നുണ്ട്. നേരത്തെ 20 വയസ്സിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനായിരുന്ന, ബോംബെയിലോ മദ്രാസിലോ പോകാൻ നിർബന്ധിതനായിരുന്ന ഒരാൾ, അല്ല കേരളത്തിലെങ്കിലും എന്തെങ്കിലും പണി ചെയ്യാൻ നിർബന്ധിതനായിരുന്ന ആൾക്ക് 26, 27 ആയാലും ചിലപ്പം പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സമൂഹത്തിലെ എല്ലാ കാര്യത്തിലും പണം വരുന്നുണ്ട്, അവരുടെ റെമിറ്റൻസ് വരുന്നുണ്ട്, അവർ അത് ചിലവാക്കുന്നുണ്ട്. ചിലവാക്കുമ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ അതിൻ്റേതായൊരു കാര്യം വന്നിട്ട് നമ്മുടെ GDP എല്ലാം മുകളിലോട്ട് പോവുകയാണ്, തൊഴിൽ സംസ്കാരം താഴോട്ട്. പിന്നെ നമ്മുടെ ആഗ്രഹം എന്താ? ഗൾഫിലേക്ക് പോകണം, പണം ഉണ്ടാക്കണം. താഴെയുള്ളത് ഇപ്പോൾ പോകുന്നുണ്ട് കുറേ. ഇപ്പോൾ ആ ആഗ്രഹം മാറിയിട്ട് അത് കാനഡയും ഓസ്ട്രേലിയയായിട്ട് മാറിയെന്നല്ലേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല ഇവിടെ പണിയെടുക്കാമെന്നുള്ളത്. നമ്മളിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ തൊഴിൽ സംസ്കാരം നമുക്കില്ല. നമ്മൾ അവരുടെ വേറെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടാണ് പാശ്ചാത്യ സംസ്കാരത്തിനെ കുറിച്ച് മോശമെന്ന് പറയുന്നത്. അവരുടെ അത്രയും പണിയെടുക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ അവരാ പഠിത്തത്തിലാണ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വേറൊരാളാണ്. വെള്ളി ശനി അടിച്ചു പൊളിച്ചിട്ട് അവർ ഞായറാഴ്ച റെസ്റ്റ് എടുത്ത് തിങ്കളാഴ്ച വീണ്ടും അവരുടെ ആ ജോലി, അതിൻ്റെ കൂടെ അവർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടാവും. നമ്മൾ അങ്ങനെയല്ലല്ലോ, പഠിക്കുകയില്ല. ആ ഒരു വർക്ക് കൾച്ചർ നമ്മൾ പാശ്ചാത്യത്തിലോട്ട് നമുക്കില്ല. അവരുടെ വർക്ക് കൾച്ചറും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിന് മോശം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നാന്തരം സംസ്കാരമാണ്. പക്ഷെ ആ വർക്ക് കൾച്ചർ നമുക്കില്ല. വീട്ടിലെന്താ കാണുന്നത്? രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികൾ വീട്ടിലെന്താ കാണുന്നത്? അതെ, അതല്ലെങ്കിൽ അപ്പൻ ചായ കൊണ്ടുവരാൻ 2 മിനിറ്റ് ലേറ്റ് ആയാൽ അമ്മയെ വഴക്ക് പറയുന്നു. ആ പറയുന്ന വഴക്ക് അമ്മ വളരെ സമാധാനപരമായി സ്വീകരിക്കുന്നു. അങ്ങോട്ട് പോകുമ്പോൾ 2 ചീത്ത കേൾക്കാതെ പറയുമെങ്കിലും. അതെ, അല്ല ഇപ്പം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ആര് ഇവിടെ. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
സ്ത്രീകൾ കണ്ടീഷൻഡാണ്. ഈ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയെ നിലനിർത്തുന്നത് സ്ത്രീകളുടെ ആറ്റിറ്റ്യൂഡും കൂടെയാണ്. അതെന്തുകൊണ്ടാണ്? സ്ത്രീകൾ കണ്ടീഷൻഡാണ്. അതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളെ ആരും നല്ല സ്ത്രീകളായിട്ട് കാണാറില്ല. അതെ, അഹങ്കാരികളാണ്. ഇതിനെ കൊണ്ടുവന്നപ്പോഴാണ് ഈ വീട് മുടിയാൻ തുടങ്ങിയെന്ന് പറയും. മറ്റേതെന്താ സതി സാവത്രികൾ. ഈ സതി സാവത്രികൾ പലപ്പോഴും മറ്റവരെക്കാട്ടി മോശം സ്വഭാവമുള്ളവരായിരിക്കും. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ എതിർത്തിങ്ങനെ നിൽക്കുന്നവരായിരിക്കും ഒരുപക്ഷെ സതി സാവത്രികൾ ശരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറയില്ല ആണത്വം. ആണത്വം എന്ന് പറയുന്നത് എന്താ? ബൂർഷ്വ സ്വഭാവത്തിനാണ് നമ്മൾ ആണത്വം എന്ന് പറയുന്നത്. ഒരു നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് അവൻ കൊള്ളൂല. എത്രത്തോളം അവർ ഇവോൾവ് ആയിട്ടാണ് ആ രീതിയിൽ പെരുമാറാൻ ഒരു പുരുഷന് കഴിയുക. പ്രത്യേകിച്ച് ഇത്രത്തോളം ഭാരം അവരുടെ മുകളിലുള്ളപ്പം പുരുഷത്വം കാണിക്കാനുള്ള ഭാരമല്ലേ അവരെ വഹിക്കുന്ന മുഴുവൻ. അതിന് അപ്പുറം പോയിട്ടാണ് അവരൊരു നല്ല മനുഷ്യനായി മാറേണ്ടത്. അപ്പോൾ അവരെന്തുമാത്രം ഉള്ളിൽ കാമ്പുള്ള ആളായിരിക്കും നല്ല പുരുഷന്മാരായിട്ട് മാറുന്നവർ അല്ലേ? സ്ത്രീകളെക്കാട്ട് ബുദ്ധിമുട്ട് പുരുഷന്മാർക്കാണ് നല്ല ആളായിട്ട് മാറാൻ. ബൈബിൾ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയല്ലേ? ആ കാലഘട്ടത്തിൽ നമ്മൾ മാറണ്ടേ? 2000 വർഷമോ 3000 വർഷമോ മുമ്പ് എഴുതിയൊരു സാധനം എടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ കൊണ്ട് നമ്മൾ എന്ത് എവല്യൂഷൻ ആ സമൂഹത്തിലുണ്ടായത്? ഇല്ല, അതില്ല. അതുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. കൂടിപ്പോയാൽ കൂതാശകൾ, ക്രിസ്ത്യാനികളാളെ കൂതാശകൾ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അവിടെ കൊണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിൽ അടക്കിയാലും രണ്ടും ഒരേ കാര്യമല്ലേ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? വരണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിലാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ആയിരുന്നായിരിക്കും മുമ്പുള്ളവരും ആഗ്രഹിച്ചത്. നമ്മൾ ഇതുവരെ അല്ല, അത് നമ്മൾ പറയുന്ന ഒരു ആരോ വലിയ ആൾ പറഞ്ഞതായിരിക്കും. ഞാൻ ആരോ പറഞ്ഞു കേട്ടാണ്. ഒരു സമൂഹത്തിൽ 10% ആൾ അല്ല 5% ആൾ എപ്പോഴും വളരെ നല്ല മനുഷ്യരായിരിക്കും. 5% ആൾ എപ്പോഴും എന്ത് ചെയ്താലും നന്നാവില്ല, മറ്റവരെന്ത് ചെയ്താലും മോശമാവുകയില്ല. അതൊരു 5% രണ്ട് സൈഡിലും കാണുകയുള്ളൂ. ഈ 5 എന്നുള്ളത്, ആ നല്ല 5 എന്നുള്ളത് 10 15 ആയി കഴിഞ്ഞാൽ സമൂഹം അങ്ങോട്ട് ടിൽറ്റ് ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഈ 5 എന്നുള്ളത് 10 15 ആകുകയാണ്. ഇപ്പുറത്തെ 5 ഇതിന് മിഡിലാണ് ആളുകളെല്ലാം. അവരങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഒരു സമൂഹത്തിന് മാറ്റം. ഈ സിനിമ കാണണോ വേണ്ട എന്നാരാ തീരുമാനിക്കുന്നത്? എന്തുകൊണ്ട് ജയിലർ പോലുള്ള സിനിമകൾ ഉണ്ടാകുന്നു? സമൂഹത്തിന് അത് വേണ്ട. നമ്മൾ പത്രത്തിനെ കുറ്റം പറയും, മീഡിയ ചാനൽസിനെ കുറ്റം പറയും, തുറന്ന എല്ലാം നെഗറ്റീവ് വാർത്തകൾ. അത് കേൾക്കാൻ ആളുകളുണ്ടായിട്ട് കാണാൻ ആളുകളുണ്ടായതുകൊണ്ടല്ലേ ഉണ്ട്. സിവിൽ സർവീസിലേക്ക് ഇറങ്ങുന്നവരെല്ലാം ജയിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പലരും, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സിവിൽ സർവീസിലേക്ക് വന്നത്? അപ്പോൾ എല്ലാവരും പറയും ജനസേവനമാണ്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ അത് നല്ലതാണ്. നമ്മൾ ഒരു ജില്ലാ തലത്തിൽ ഇപ്പോൾ കളക്ടർ നിങ്ങൾ പറഞ്ഞാൽ അതാണ് ഏറ്റവും വിസിബിലിറ്റി ഉള്ള ആളാണ് കളക്ടറുടെ ജോലി പറയുന്നത്. ഏത് തലത്തിലായാലും നമ്മൾ ഒരു 24/7 ജോലി ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇതിലേക്ക് വരാവൂ. ചില ജോലികളിൽ അത്ര 24/7 വേണ്ടി വരില്ല. ചില ജോലികൾ അത് തീർച്ചയായിട്ടും വേണ്ടി വരും. ഇപ്പോൾ കളക്ടറുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലിയല്ല. ഒരു ഫയൽ പോലും ഇപ്പോഴത്തെ ഈ സാമൂഹ്യ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അവരുടെ കാര്യം നമ്മളെക്കാളിലൊക്കെ വളരെ കഷ്ടമാണ്. അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ഒരിക്കലും ഫേസ് ചെയ്ത് കാണില്ല. വളരെ ഒരു ഇതാണ്. ഒരൊറ്റ ഫയൽ നമുക്ക് ഓഫീസിൽ ഇരുന്ന് നോക്കാനായിട്ടുള്ള സമയം കിട്ടത്തില്ല കളക്ടർമാർക്ക്. ഇവർ വീട്ടിൽ ചെന്ന് കഴിയുന്ന ഏത് സമയത്ത് വന്നാലും ഈ പെട്ടികൾക്കകത്താണ് ഫയൽ വരുന്നത്. ഇപ്പം ഈ ഓഫീസ് ആയതുകൊണ്ട് പെട്ടികൾക്കകത്ത് ഫയൽ വരുന്നില്ലായിരിക്കും, പക്ഷേ ഈ ഓഫീസിൽ വന്ന് കിടക്കുകയാണ്. ഇതിവർ നോക്കി കൊടുക്കണ്ടേ? കളക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുട്ടികളുള്ളവരാണെങ്കിൽ അവരുടെ കാര്യം നമ്മൾ മറന്നാൽ മതി. പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോഴായിരിക്കും അവർ ഓടിപ്പോയിട്ടൊരു സിനിമ കാണുമോ, രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും ഒന്ന് പോവുമോ, കുട്ടികളെ കൊണ്ട് പോവുമോ. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്തയാകും. കുട്ടിയെ കൊണ്ട് ഒരാൾ പബ്ലിക് ഫംഗ്ഷൻ പോയി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നില്ലേ ഒരു കളക്ടറെ കുറിച്ച്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആസ്വദിച്ച് ചെയ്യുക എന്നുവെച്ചാൽ വീട്ടുകാരെ തിരിഞ്ഞ് നോക്കണ്ടെന്നല്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ കല്യാണം കഴിക്കാനും അതിനൊന്നും പോരുത്. അവർക്ക് കൊടുക്കാൻ നമുക്ക് സ്പേസ് കിട്ടും. ആ സ്പേസ് മതി നോക്കി അവരും അത് മനസ്സിലാക്കും. നമ്മളൊരു ജോലിയിലിരിക്കുന്നു, നമ്മുടെ മുമ്പ് വരുന്ന എല്ലാ ആവശ്യക്കാരാണ്, അല്ലെ വരുന്ന ഫയലുകളൊക്കെ ആവശ്യങ്ങളാണ്. അതിൽ 10 പേരുടെ കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? വില്ലേജ് ഓഫീസർ, ഞാനിവിടെ പറയാം, വില്ലേജ് ഓഫീസർമാരെ ഒക്കെ എല്ലാവരും പറയും അവർ കറപ്റ്റാണ്, അതാണ് ഇതാണ്. ആർക്കും ഒരു നല്ല അഭിപ്രായം അവരെക്കുറിച്ച് സാധാരണഗതി പറയാനില്ലല്ലോ. പക്ഷേ അവരുടെ ജോലി ഭാരം എന്ന് പറയുന്ന ആരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തൊരു സംഭവം വന്നാലും റിപ്പോർട്ട് കൊടുക്കേണ്ട അവരാണ്. അല്ല, പോലീസുകാരെ പോലെ തന്നെയാണ് റവന്യൂക്കാരും. പോലീസുകാരുടെ കാര്യം അതിലും കഷ്ടമാണ്. അവർ പോയിട്ട് ശവത്തിന് കാവലിൽ നിൽക്കുന്ന ഒറ്റ ജോലി മതിയില്ല അവരെക്കുറിച്ച് നമുക്ക് അപ്രിസിയേഷൻ വരാൻ വേണ്ടിയിട്ട്. വില്ലേജ് ഓഫീസർമാർ അവർക്ക് എന്ത് ഫെസിലിറ്റിയാണ് ഉള്ളത്? ഒരു കുടിസ് 2 മുറിക്കകത്തിരുന്നിട്ടാണ് അവർ ഈ പണി മുഴുവൻ ചെയ്യേണ്ടത്. യാത്ര ചെയ്യാനൊരു വാഹനമില്ല. അവർ പോയിട്ട് ഈ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രമുണ്ട്?
എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വെറുതെ എന്തെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. വാസ്തവമാണോ അല്ലെന്നെങ്കിലും അറിഞ്ഞിട്ടല്ലേ എഴുതി കൊടുക്കാൻ പറ്റും. ഈ ഒരു വെള്ളപ്പൊക്കം വന്നല്ലോ, എത്ര ദിവസമാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കുട്ടനാട് അതുപോലെയൊക്കെ സ്ഥലങ്ങളിൽ ഈ റവന്യൂ സ്റ്റാഫ് എന്ന് പറയുന്നൊരു വീട്ടിൽ പോയത് അവിടെ ഇരിക്കുന്നതെന്നറിയാം. തഹസിൽദാരായാലും എത്രയോ ദിവസങ്ങളാണ് അവരവിടെ തന്നെ ഇരിക്കുകയാണ്. എത്രയോ ദിവസങ്ങൾ അവർ വീട്ടിൽ പോകാതെയാണ് ജോലി ചെയ്യുന്നത്. നമ്മളതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല പൊതുവേനും.